മൂവിയുടെ റേറ്റിംഗ് അതിന്റെ കാട്ടിന്ന് രസ സാധനം തമിഴ്നാട്ടിലുണ്ട്. സിബ്ലിയൻസിന്റെ ആണ് ഈ കഥ. അനിയനായാലും ചേട്ടനായാലും അനിയത്തിയായാലും എല്ലാരും ഉണ്ട്. ഗൈസ്, നമ്മൾ വളരെ പതുക്കെ നമ്മൾ രേവതി സിനിമാസിലോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് എന്തിനെ കുറിച്ചാണെന്ന് നോക്കുകയാണെങ്കിൽ ബാക്കി ചേട്ടൻ പറയും. ഓക്കെ, ഞാൻ തന്നെ പറയാം. അവര് ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഗൈസ്, കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കിച്ചു നമ്മുടെ വ്ളോഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കിച്ചു ഒരു ഹായ് ഇട്ടു. അപ്പൊ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വ്ളോഗില് ഞാനും ചേട്ടനും അതുപോലെ തന്നെ കിട്ടൂസ്, കാശി, കിച്ചു എല്ലാം കാറിലുണ്ട്. നമ്മളെല്ലാരും ബ്രസ്സിൽ നിന്ന് എടുത്ത്. പിന്നീട് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്പച്ചേട്ടൻ ഇന്ന് കാറിന്റെ അകത്തില്ല. അപ്പച്ചേട്ടൻ ജോലി സ്ഥലത്ത് നിന്ന് നേരെ രേവതി സിനിമാസിൽ വരും. പെങ്കൊച്ചവിടെ വിഷമിച്ചിരിക്കുന്നു പറഞ്ഞ് കിട്ടൂസിന് സങ്കടം. ഏപ്രിൽ 2 എന്ന് പറയുന്ന വ്യാഴാഴ്ചയാണ്. അതായത് എനിക്ക് ജോലിയുണ്ട്, പിന്നെ ഇവന്മാരാരുമില്ല. അതുകൊണ്ട് ഞാൻ വന്നിട്ട് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്തത്. നേരത്തെ നമ്മൾ ആട് 3 പോയത് പരാജയമായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം നേരത്തെ ബുക്ക് ചെയ്തിട്ട് നല്ല തിയേറ്റർ രേവതി കേരളത്തിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററാണ്. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് തിയേറ്ററാണ് രേവതി. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പൊ ഫസ്റ്റ് ഡേ റിലീസിനൊക്കെ ഒരുപാട്. എടാ നീ ആര് മാർക്കോയ്ക്കൊക്കെ പോയപ്പോ എല്ലാരും വന്നത്. എന്റെ പേര് അഭിനയം എന്നാണ് കേട്ടോ. അവരെല്ലാരും വന്നായിരുന്നു. നല്ല അത്യാവശ്യം നല്ല കിടിലം ഒരു നല്ലൊരു ലെവലുള്ള തിയേറ്ററാണ്. സ്റ്റാൻഡേർഡ് തിയേറ്ററാണ്. പിന്നെ അവിടുത്തെ ഇതിനൊക്കെ വില കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേടാ? എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും വില കൂടുതലാണ്. കൂടുതലാണ്. പോപ്കോണിനൊക്കെ എത്ര രൂപ? 80. റോക്കിയില് പോപ്കോൺ 100 രൂപ. ആ പേരുണ്ടായിരിക്കും. ഈ റോക്കി തിയേറ്ററില് ചേട്ടാ, റോക്കി തിയേറ്ററിൽ നമ്മളെ പോവാന്ന് വിചാരിച്ച് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തല്ല, കുറച്ച് എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ച്. അപ്പൊ അവര് പറഞ്ഞ് അളിയാ റോക്കി വലിയ കിടിലൊന്നും അല്ല. ആദ്യമൊന്നും എനിക്ക് ചോദിച്ചിട്ട് കിട്ടിയില്ല സംഭവം റോക്കിയെ കുറിച്ച്. അങ്ങനെ ഞാൻ കിച്ചുവിനോട് ചോദിച്ചു. കിച്ചു അന്ന് ആദ്യം പറഞ്ഞത് എടാ റോക്കി പുതിയ തിയേറ്ററാണ്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അവന് വരാൻ പറ്റിയില്ല. പിന്നീട് കിച്ചു എന്നെ പറഞ്ഞ് എടാ റോക്കി അത്ര പോരെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ റോക്കി ചൂസ് ചെയ്യാത്തത്. ബാക്കി ചേട്ടൻ പറയും. എടാ ഈ റോക്കി കിളിമാന്റെ പണി തുടങ്ങിയപ്പോഴേ മറ്റേ ഞാൻ വിചാരിച്ചെന്താണെന്നറിയാമോ, മറ്റേ ബിഗ് ബോസിൽ റോക്കി എന്ന് പറഞ്ഞിരുത്തില്ലായിരുന്നു, അവന്റെ ആണെന്നാണ് വിചാരിച്ച. പിന്നെ ആരാ പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ ആളുടെയാണ്. ഒരു ഭാര്യയും ഭർത്താവുമാണ് ഇതിന്റെ ഓണേഴ്സ്, റോക്കിയുടെ ഓണേഴ്സ്. പണ്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അവര് തന്നെ ആയിരിക്കും. അവര് തന്നെ ആയിരിക്കാം. പിന്നീട് അവര് സ്ക്രീനും കാര്യങ്ങളും എല്ലാം. പക്ഷെ രേവതിയിൽ അത്രയൊന്നും ഇല്ല. കാരണം രേവതി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. ഞാൻ ആരും കുറ്റപ്പെടുത്തിയെന്നല്ല. എനിക്ക് തോന്നിയ എന്റെ പേഴ്സണൽ ഒരു കാര്യം പറയാം, ഒരു ഒപ്പീനിയൻ പറയാം. ഓയൂര് പോലുള്ള NVP തിയേറ്റേഴ്സില് സിനിമ കാണുന്നേക്കാളും നല്ലത് നമ്മള് വീട്ടില് ഒരു 1080p ഏതെങ്കിലും ഒരു സിനിമ ഇട്ട് കാണുന്നതായിരിക്കും എന്ന് ഞാൻ കുറ്റം പറയുമല്ല. ഇതേപോലെ മറ്റേ NVP മറ്റേ കട്ടൻ ഉയർത്തുന്ന ആ പരിപാടി ഇല്ലേ, അടിയിലെത്തി വരും. അതിന്റെ കാട്ടിന്ന് രസ സാധനം തമിഴ്നാട്ടിലുണ്ട്. ബാലകൃഷ്ണ എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ട് അവിടെ തൂത്തുക്കുടിയില്. അവിടെ ഇത് കണക്കുണ്ട്. ദിവ്യം പോയപ്പോ അതിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ അത് അയച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് അതായത് ഇത്രയും ന്യൂജൻ ആയിട്ടും മാറാത്ത തിയേറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. രേവതിയിൽ എത്തിക്കഴിഞ്ഞു. ഹാഫ് ക്ലച്ച് പിടിച്ചും കേറുക. ബോക്സ് ഓഫീസോ? ബോക്സ് ഓഫീസ് കൊടുത്തേക്കുന്നത്. നല്ല ആളുണ്ട് കേട്ടോ, നല്ല ആളുണ്ട്. ഇവിടെ രണ്ട് 3 സ്ക്രീനാണല്ലേ? അപ്പൊ ചേട്ടാ അവിടെ കാണണമെങ്കിൽ ഇവിടെ നിൽക്കുമായിരിക്കും. മുകളിലായിരിക്കും, രണ്ടാമത്തെ ഓഡിയോ 1 രണ്ടാമത്തെ.
അങ്ങനെ കണ്ണാടി ഉടക്കല്ലേ, കണ്ണാടി തുറക്കരുതേ. നോക്കിയപ്പോ ഒരു കൊച്ചു കൊച്ചയിലെ കൂടെ പോയിരുന്നു. അപ്പ് വണ്ടി ഓടിക്കുന്ന ദൈവമേ. ഓക്കെ ഓക്കെ ചേട്ടാ ബാക്കിലോട്ടാണ്. ചുമ്മാ ഗ്ലാസ് കാത്തിട്ടേക്കോണ്ടാ. നമ്മുടെ ഏരിയ കിച്ചുവിന്റെ ഏരിയ കിച്ചുവിനെ തൊട്ടാലേ, കിച്ചുവിനെ തൊട്ടാ ഇവിടെ വരും കേട്ടോ. ഓണറൊക്കെ നമ്മളെ അടുത്ത ആളാണ്. ഇതേത് കളറ്? പച്ച പച്ച വണ്ടിയോ? പച്ച വണ്ടി അങ്ങനെ അങ്ങനെ ഇട്ടാൽ ഇറങ്ങാൻ സ്ഥലം കാണുമോന്ന്. ആ സൈഡ് സ്ഥലം ആ സൈഡുണ്ട്, ഈ സൈഡുണ്ട്, ഈ സൈഡുണ്ട്, ഈ സൈഡുണ്ട്. ആ ഇതുവഴിയൊക്കെ സുഖമായിട്ട് ഇറങ്ങാം. കിട്ടിക്കൊണ്ട് ഇടിച്ചങ്ങ് നിർത്തിയാലോ? അയ്യാ എന്റെ അടുത്ത് പറഞ്ഞ എണ്ണ അടിക്കണോന്ന്. പണ്ട് ഒരു തവണ എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോയതാ. ഹൗസിന്റെ ഫ്രണ്ടിൽ മറ്റല്ല അവിടെ വെച്ച് എന്തിനാണ്? ഇല്ല ഇതുണ്ടല്ലോ ചട്നി മാമി. ചട്നിയുടെ ചട്നിയുടെ മാമി കൊള്ളാം, അടിപൊളി. മാമിയിൽ വെച്ച് ഞാൻ ഒരു വെർണയുടെ ഇതങ്ങ് ഒരച്ച് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴെങ്ങനെ എടുത്താണ്. അല്ല പക്ഷെ അത് ഞാൻ ഒരു കാര്യം പറയാം. പുള്ളിക്കാരന്റെ അച്ഛനും എല്ലാം പുറത്ത് പോണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ അച്ഛനായിരുന്നു വഴി പറഞ്ഞു തന്നത്. അത് നിങ്ങൾ പുള്ളിക്കാരന്റെ അച്ഛനായിരുന്നു വഴി പറഞ്ഞു തന്നത്. കിച്ചൂര് അറിയാവുന്നതാണ് ഇതിന്റെ പോരാളിയെ. എടാ ബാക്കി സ്ഥലം ഉണ്ടോ നോക്കി എന്നിട്ട് പുള്ളിക്കാരന്റെ അച്ഛനായിരുന്നു ഈ ഇതില്. തട്ടോ ചേട്ടാ, എന്നാ നമുക്ക് ഫ്രണ്ടിലോട്ട് കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് വരാം. അങ്ങനെ പുള്ളിക്കാരന്റെ അച്ഛൻ വഴി പറഞ്ഞു കൊടുത്ത് ചേട്ടൻ വണ്ടി എടുത്ത്. പക്ഷേ വണ്ടി ഒരഞ്ഞു മീൻസ് ചെറുതായിട്ട് ഫ്രണ്ടിൽ ഒരഞ്ഞായിരുന്നു. ചെറുതായിട്ട് ഇവന്മാര് പേടിപ്പിക്കാനായിട്ട് വണ്ടിയിലേക്ക് അടിക്കുന്ന ചേട്ടാ. എല്ലാണത്തിനും കളി തമാശ മാത്രം. നമ്മൾ മാത്രം ഇച്ചിരി മെച്ചൂർഡ് ആയിട്ടുണ്ട്. മതി 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 ധാരാളം. ഇവരുകൊണ്ട് തട്ടിയിട്ട് പോകുന്ന എനിക്ക് പേടിയുള്ളൂ. പാർക്കിംഗ് പറയാൻ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ നോർമലായിട്ടാണ് പാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. വീഡിയോയിൽ കിടപ്പുണ്ടേ. ഓക്കെ രേവതി, വി ആർ കമ്മിങ്. ഫൈനലി നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. കിച്ചു നോക്കടാ. ഓക്കെ അപ്പോൾ നമ്മൾ തിയേറ്ററിലോട്ട് പോവാണ്. തിയേറ്ററിൻ്റെ അകത്തോട്ട് ഗോപ്രോയും പിടിച്ചോണ്ട് പലാസ പാൻ്റാടാ. തിയേറ്ററിൻ്റെ അകത്തോട്ട് ഗോപ്രോയും കൊണ്ട് പോകുന്നത് അലൗഡ് അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിവേ ഈ വണ്ടി ഉണ്ടോ? ഈ വണ്ടിയുടെ കളർ ഒരു വെറൈറ്റി കളറല്ലേ. ഇനി നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാണ്. ഇപ്പം ഇതും തുറന്നുകൊണ്ട് അങ്ങ് അകത്ത് പോയേനെ. വൈദവേ കാണാം. ഓക്കെ ഇത് ഏത് വഴിയാണ് പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല കേട്ടാ. ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുള്ളൂ. ജയിലർ കാണാനായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതേതാ? മോഹിനിയാട്ടം. ഞാനും പറഞ്ഞോ ടോയ്ലറ്റിൽ പോകാനായിരുന്നു. ബൈ. എനിക്ക് എടാ ടിക്കറ്റ് വേണ്ടേ? ആ നമ്മൾ ടിക്കറ്റ് എത്തിയിട്ട് ഒരു തിയേറ്ററിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ വെറുത്ത് പോയി. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ, വെറുത്ത് പോയി. അതുകൊണ്ടാണ് നമ്മൾ രേവതി ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ തിയേറ്ററിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ നാണ്ടെ കിച്ചു അപ്പുറത്തുണ്ട്, കാശി ഇവിടെ ഉണ്ട്, കിട്ടൂസ് ഉണ്ട്, അപ്പു ചേട്ടനും ഉണ്ട്. നമുക്ക് ഇനി നമുക്ക് വിജ്ഞാനത്തിന്റെ രൂപം തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഏറെക്കുറെ ഇൻകർമിഷൻ ആയിട്ടുണ്ട്. എത്ര കൊടുക്കാൻ പറ്റും? എല്ലാരും ഫൈറ്റ് കിടിലെന്നാ പറയുന്നത്. ഫസ്റ്റ് ഹാഫിലൊരു ഫൈറ്റ് ഉണ്ട്. ഓ മോനെ, ഒരു രക്ഷയില്ല. സാറിന് അപ്പോൾ പടം കഴിഞ്ഞു. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിലവിൽ ചെയ്യേണ്ട മാത്രമേ കാണാൻ പറ്റുള്ളൂ. എല്ലാവരും ഇവിടെ ഉണ്ട്.
അത് വേറൊരു കാര്യം. പിന്നെ സിറ്റുവേഷൻ ഞാൻ കാറ് കയറിയിട്ട് പറയാം. ഗായ്സ്, അപ്പോ നമുക്ക് തുടക്കത്തിലെ മൂവിയുടെ റേറ്റിംഗ് പറഞ്ഞു തുടങ്ങാം. ഗായ്സ്, മൂവി കിടിലം, ഒരു രക്ഷയില്ല. ഞാൻ ഒരു 9.5 കൊടുക്കും. ഒരു 9.5 ഫിക്സ്. അടുത്ത അപ്പച്ചേട്ടാ എത്ര മൂവി കിട്ടുക? കാശി 9.4. കിച്ചു 9.5. ചേട്ടാ ഗായ്സ്, ഈ ഞാൻ 9.5 കൊടുത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാ ഫസ്റ്റ് ഹാഫില ചെലായത്. പക്ഷേ ഈ പുതിയ നടന്മാരെ കൊണ്ടുവന്ന് ഇവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പടം തന്നെ. ഇമോഷണലി ആയാലും എന്തായാലും ഇത് സിബ്ലിങ്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സിനിമ. അപ്പൊ ചേട്ടാ വാഴയെ കുറിച്ച് അവന്റെ കൂട്ടുകാര് പറഞ്ഞത് പറയുമായിരുന്നു ചേട്ടാ. സൂം ചോദിക്കണം ഇങ്ങോട്ട്. സിബിലിയൻസിന്റെ ആണ് ഈ കഥ. നല്ല സിനിമയാണ്, ഞാൻ പറയാം. ലൈക് ടു ബി ഫ്രാങ്ക് നല്ല സിനിമയാണ്. ലൈക്ക് അവസാനം ഞാൻ വിചാരിച്ച് കരഞ്ഞുകൊണ്ട് നിർത്തുവന്നു, ബട്ട് ലൈക്ക് ഇല്ല, അങ്ങനെയല്ല. ആ അവസാനത്തെ ടൈലന്റ് ഇല്ലായിരുന്നു, അതിലേക്ക് നല്ലതായിരുന്നു. നമ്മൾ കരഞ്ഞുകൊണ്ടല്ല ഇറങ്ങി പോണം. നല്ല ലൈക്ക് എന്താ പറയുന്നത്, കുറച്ച് സാറ്റിസ്ഫാക്ടറി ആണ് സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതിന്റെ അകത്ത് ലൈക്ക് കോമഡി ഉണ്ടെങ്കിൽ കോമഡി ഉണ്ട്, കരയാനുണ്ടെങ്കിൽ കരയാനുണ്ട്, ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ ട്വിസ്റ്റ് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 10 കൊടുത്തു, അത്രേ ഉള്ളൂ. അതാണ് എന്റെ അഭിപ്രായം. കിട്ടു സാഹിബ്, എന്തുകൊണ്ട് നീ അത്ര ഇത് കൊടുത്തു? കൊള്ളാം. സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇതില് ഇരിക്കുന്ന എല്ലാരും നല്ലോണം കരഞ്ഞിട്ടിരിക്കുക. ഓ പിന്നെ ഞാൻ ഇടത്തോട്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ വലത്തേക്കട ടീഷർട്ട് കീറി നനഞ്ഞിരിക്കുന്നു. എല്ലാരും ഇരുന്ന് കരഞ്ഞ് ഞാൻ കരഞ്ഞ ചേട്ടന്റെ കൈ കൂടെ വീണ് ഏങ്ങി അവസാനം. ഞാൻ കുറച്ച് കാര്യം പറഞ്ഞത്, എല്ലാവരും കരയുന്നതിന്റെ ഇപ്പൊ നമ്മളിപ്പോ വണ്ടിക്കകത്തിരുന്ന എല്ലാവരും കരയുന്നതിന്റെ കുറച്ച് കാര്യമുണ്ട്. അല്ലെങ്കിൽ കരയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ റിലേറ്റബിൾ ആയതുകൊണ്ട് നമ്മൾ കരയുന്നത്. അതിലുപരി ഈ വണ്ടിക്കകത്തിരിക്കുന്ന എല്ലാവർക്കും അനിയനായാലും ചേട്ടനായാലും അനിയത്തിയായാലും എല്ലാവരും ഉണ്ട്. അപ്പം അത് ആലോചിച്ചും കരയാനുള്ളതുണ്ട്. ലൈക്ക് റിയൽ ലൈഫ് ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഒരു എലമെന്റ് ആ സിനിമയിൽ കാണും, അതുണ്ട്. അതുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി, കരയാനും പറ്റി, അത്രേ ഉള്ളൂ. കാശി, നീ എന്തുകൊണ്ട് നീ കൊടുത്ത അത്രയും റേറ്റിംഗ് നീ അടുപ്പിച്ചില്ല? അത് ഭയങ്കര ഒരു കാര്യമുണ്ടാ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ റീൽസ് കണ്ട് നമ്മളെ ഇത് പോയിരിക്കുവാണ്, അറ്റൻഡൻസ് സ്പാൻ പോയിരിക്കുവാണ്. പറയുന്നത് ഒരു അസുഖമല്ല, അതൊരു സ്റ്റേറ്റ് ഓഫ് സാധനമാണ്. എന്നുവെച്ചാ നമ്മള് അതൊരു അസുഖം. ഈ മറ്റേ ഫാസ്റ്റ് പറഞ്ഞപ്പം പുള്ളിക്കാരൻ ഒരു അസുഖം ഉണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഈ ADHD ആർക്ക് വേണോ വരാം. അതായത് ഇപ്പൊ നമ്മള് ഒരുപാട് റീൽസ് കാണുക, ഒരുപാട് ഫോൺ ഉപയോഗിക്കും, ഒരുപാട് നമ്മളിപ്പം ഒരു സാധനത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്തതിന് ADHD എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഒരു സ്റ്റേറ്റ് ആണ്, അല്ലാതെ അത് അസുഖമായിട്ട് എനിക്ക് പറയത്തില്ല. പിന്നെ സിനിമ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. എടാ കിച്ചു, നീ എന്തുകൊണ്ട് അത്ര റേറ്റിംഗ് എടുത്തു? റേറ്റിംഗ് എത്ര കൊടുത്തെന്ന് വെച്ചാൽ നല്ല പടമായിരുന്നു. നല്ല പടം. വാഴ ഫസ്റ്റിന്റെ ഒരു എക്സ്പെക്ടേഷനിൽ വന്ന് അത് ഒട്ടും കളഞ്ഞില്ല. ഇതാണ് ഇത് സൂപ്പർ മാർക്കറ്റ് ഇല്ലേ? ഒരു സെറ്റപ്പാണ്. നമ്മളെ കുറച്ച് കഴിച്ചിട്ട് നമ്മള് വരാം. ഓക്കെ ഗൈസ്, ഒന്ന് കഴിക്കട്ടെ. അതിനുമുമ്പ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിക്കാനായിട്ട് അകത്തോട്ട് കയറി പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ വാഴ 2 നമ്മൾ ഇറങ്ങി 3-ാം ദിവസം നമ്മൾ കണ്ടു. എല്ലാവരും കരഞ്ഞു, മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് അങ്ങനത്തെ ഒരു കോലത്തിലാണ് എല്ലാവരും ഇറങ്ങിയത്. ഞാൻ കുറെ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നു. വെള്ളം വരുന്നുണ്ട്, ഇങ്ങനെ പൊക്കിയ വെള്ളം വരുമായിരുന്നു. ഓ മൈ ഗോഡ്. നമ്മള് സഹറൽ മന്തിയില് അങ്ങനെയല്ല, അതല്ല പറഞ്ഞ നമ്മളത് സഹറൽ മന്തിയിൽ വ്ലോഗ് എടുത്തില്ലേ. അപ്പം ഞാൻ ഇതിന്റെ കളർ മാറ്റിയില്ലായിരുന്നു, കളർ ഒറിജിനൽ കിടക്കുമായിരുന്നു. ഇതിപ്പം കളർ മാറ്റി മറ്റേ ഇതാക്കി. എന്തിനാ, നേരത്തെ നാച്ചുറൽ കിടക്കുമായിരുന്നു, ഒറിജിനൽ അല്ല, നാച്ചുറൽ കിടക്കുമായിരുന്നു. വേറെ ഇപ്പം എന്തോ മറ്റേ നോർമൽ കളർ അങ്ങനെ എന്തോ രീതിയാക്കി. അവർ ഒരു മെനു കാർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട്
അങ്ങനെ കാണത്തൊന്നുമില്ല. അതാണ് ഞാൻ പിന്നെ അത് ഫോക്കസ് ചെയ്ത് കാണിക്കാത്ത. കിട്ടൂസൊക്കെ വന്നിട്ടുണ്ട്, കാശി വന്നിട്ടുണ്ട്, കിച്ചു വരുന്നുണ്ട്. അപ്പോൾ ചേട്ടാ നമ്മൾ ഈ കയറുന്ന ഹോട്ടലിൻ്റെ പേര് ഗ്രാൻഡ്യൂർ സ്ഥലം പാരിപ്പള്ളിയിലുള്ള ഗ്രാൻഡ്യൂറിലാണ് നമ്മൾ കയറിയത്. People who love to eat are always the best people. ഇതൊക്കെ ബിസിനസ് സ്ട്രാറ്റജി. ലൈഫ് നല്ല രസമുണ്ട്. നല്ല ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ. ഗൈസ് നമ്മൾ കഴിച്ചിട്ട് കാറിൽ പോയിരുന്നത് കയറാം കേട്ടോ. കാരണം ഭയങ്കര തളർന്നാണ് നമ്മളിരിക്കുന്നത്. ഒന്ന് കഴിച്ച് വയറ് ഫുള്ളാക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഫുഡൊക്കെ എന്നാലും കുറച്ചൊക്കെ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഒരു നെഗറ്റീവും അടിച്ചില്ല. എനിക്ക് ഒറ്റ ഇതേ ഉള്ളു, പുതിയ ഈ പയ്യന്മാരെ വെച്ച് ഇവർ ഇങ്ങനത്തെ ഒരു പടം എടുത്തു. കിട്ടില്ല, കഴിവ് തന്നെ കേട്ടാ. ഈ ഡ്രൈവിംഗ് സീറ്റിലെ ആള് മാറിയിട്ടുണ്ട് കേട്ടോ. ചേട്ടന് എന്താണ് വാഴാട്ടുവിനെ കുറിച്ച് പറയാനുള്ളത്? ഫ്രൈഡ് റൈസ് തൊണ്ടായിരിക്കുന്നു, ഇപ്പൊ ഒന്നും ശരിയാണ്. നമ്മളിപ്പൊ കഴിച്ചിട്ട് തന്നെയുള്ളൂ. ഫ്രൈഡ് റൈസ് തൊണ്ടയിൽ കയറിയിരിക്കണം. അടിപൊളി പടമായിരുന്നു. നീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുറെ കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റി. സിബിലിയൻസിന്റെ ഇതെല്ലാം പറ്റി. പക്ഷെ നല്ല രസമായിരുന്നു. എന്നുവെച്ചാ ഓവറോൾ നല്ല പടം. പിന്നെ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. ഫൈറ്റ് അടിപൊളി. പിന്നെ എന്തുവാ, ഹാപ്പിയാണ് എല്ലാം. പിന്നീടെന്ന് പറഞ്ഞാ എന്നെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സീക്വൻസ് സിനിമയിലുണ്ട്. സംഭവം ഒരു സീക്വൻസ് സിനിമയിലുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ല. അതിപ്പം എങ്ങനെയാണെന്ന് വെച്ചാ അത് പറഞ്ഞാ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ഒരു സീക്വൻസ് ഉണ്ട്, നല്ല കിട്ടിലായിട്ടുള്ള. പിന്നീടെന്ന് പറഞ്ഞാ ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര കോമഡി ആയിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു പടം അല്ല ഇത്. ഫസ്റ്റ് ഹാഫ് വരെ നല്ല കോമഡിയാണ്. ഫസ്റ്റ് ഹാഫ് വരെ കോമഡി ഉണ്ട്. നമ്മൾ എൻജോയ് ചെയ്ത് കണ്ട്. എടാ ബോറില്ലായിരുന്നു പടം. കാശി പറഞ്ഞ പോലെ ബോറേ ഇല്ലായിരുന്നു പടം. അപ്പൊ കഴിഞ്ഞ റിവ്യൂ നമ്മൾ കാശിയെ മിസ് ചെയ്യും. അതായത് നമ്മളെ എൻഗേജിങ് ആയിട്ട് തന്നെ കൊണ്ടുപോയി സംഭവം. പിന്നെ ഫസ്റ്റ് ഹാഫില് വലിയ സീരിയസ്നെസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് ആ ഒരു സീരിയസ്നെസ് വന്നത്. അങ്ങനെ നീ തോന്നിയിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും പറയാനുണ്ടോ കിട്ടൂസ് നിന്റെ സൈഡിൽ നിന്ന്? കഴിച്ചിട്ടിരിക്കുക കേട്ടോ. കഴിച്ചിട്ട് മീൻസ് മറ്റേ ഫ്രൈഡ് റൈസും എന്താ ചൈനീസ് നൂഡിൽസാ. അവൻ ചിക്കൻ നൂഡിൽസും കാശി ചിക്കൻ നൂഡിൽസും ആണ് കഴിച്ചത്. കിച്ചു എന്താ കഴിച്ചു? കിച്ചു അൽഫാം കഴിച്ചു. ഞാൻ മിക്സഡ് നൂഡിൽസ് കഴിച്ച്. ജിത്തുമോനും കിത്തുവും കൂടെ ഫ്രൈഡ് റൈസ് കഴിച്ചു. അതിൽ ജിത്തുചേട്ടൻ മിക്സഡ് ആയിരുന്നു. കിത്തു സാധാ ഫ്രൈഡ് റൈസ് കഴിച്ചു. അപ്പൊ ചേട്ടന് വാഴ 2-നെ കുറിച്ച്, അതായത് ഒരു ഓവർവ്യൂ ആയിട്ട് എന്ത് പറയാനുണ്ട്? നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണണം. അതിൻ്റെ അകത്ത് തന്നെ മറ്റേ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുണ്ടായിരുന്നു ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് തന്നെയാണ്. സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോൾ ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മൂവിയുടെ അടിയിൽ ടൈറ്റിൽ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നതിൻ്റെ ആപ്റ്റായിട്ടാണ് അവർ പടം എടുത്ത് വെച്ചേക്കുന്നത്. ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് തന്നെയാണ്. ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് പല വഴിക്കാവും.
ജോലി തിരക്കാവും, പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളാവും, അടിയാവും. അതെല്ലാം കറക്റ്റ് ഒരു മൂവി ലൈക്ക് എന്താ പറയുക, അത് വിജയിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അത് നല്ല രീതിക്ക് ഈ മൂവി റിലേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇറ്റ് വാസ് എ ഗുഡ് മൂവി. എടാ ഞാനിവിടെ ഇറങ്ങിയാണ് പ്ലീസ്. ഫ്രണ്ടില് ഇവിടെ അല്ലല്ലോ ബസ്. അപ്പം അപ്പുച്ചേട്ടന് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പുച്ചേട്ടൻ ജോലി സ്ഥലത്തു നിന്നാണ് വന്നത്. സോ അപ്പുച്ചേട്ടന് ഇവിടെ ഇറങ്ങണം. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളി. ഇല്ലില്ല എന്ന് ഞാൻ വാങ്ങും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. ഓക്കെ. അപ്പുച്ചേട്ടൻ എന്തോ പോണു ഗൈസ്. അപ്പുച്ചേട്ടന് ജോലി സ്ഥലത്ത് നിന്ന് നേരെ ഇനി വന്നുകൊണ്ട് അപ്പുച്ചേട്ടൻ വണ്ടി കാര്യങ്ങളൊന്നും എടുത്തില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പുച്ചേട്ടൻ പറഞ്ഞ ഒരു വാലിഡ് പോയിന്റ് ആണ്. അതായത് നമുക്ക് ഒരു സമയം കഴിയുമ്പോൾ ബോയ്സിന് ഒരു സമയം കഴിയുമ്പം വീട്ടിൽ നിന്ന് ഒരു ഇത് ഉണ്ടാവും. അത് നല്ലോണം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വിദേശത്ത് പോണ കാര്യമായാലും ബോയ്സിന്റെ കാര്യമായാലും അത് എന്തോ അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു തരുവാണെങ്കിൽ അതിൽ മറ്റേ ഒരുമാതിരി സ്പോയിലർ പറഞ്ഞു തരുന്ന കണക്കായിപ്പോ. അതുകൊണ്ടാണ് ഞാൻ റീസൺ പറയാത്തത്. സംഭവം ഞാൻ ആലോചിന്ന് പറഞ്ഞാൽ മറ്റേ വിപിൻ സാ അങ്ങനെ സവിൻ സാ പിന്നെ വിപിൻ ദാസ് ഇവർ രണ്ടും നല്ല കിടിലങ്ങളാണെന്ന് എനിക്ക് വാഴ 1 കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അത് വേറൊരു കാര്യം. പിന്നീട് സംഭവം ഇതില് നമ്മള് ട്രെയിലറില് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അലൻ ഭയങ്കര മെയിൻ ആയിട്ട് നിൽക്കുന്നതാണ്, ഹാഷിർ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ എല്ലാം പോവും. ചില ഏരിയയിൽ വിനായക് മെയിൻ ആവും, ചില ഏരിയയിൽ വിനായക് മെയിൻ ആവും, ചില ഏരിയയിൽ വിനായകിന്റെ ചില സീൻസ് കണ്ട എന്റെ പൊന്നോ, പണ്ടത്തെയൊക്കെ സീൻസ് ഇവര് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിജുകുട്ടൻ അടിപൊളിയായിരുന്നു. ഭയങ്കര നല്ലൊരു അച്ഛൻ ക്യാരക്ടർ, നല്ലൊരു അച്ഛൻ ക്യാരക്ടർ എന്ന് വെച്ചാ നമുക്ക് അങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു അച്ഛൻ ക്യാരക്ടർ. സൂപ്പർ ആയിരുന്നു അങ്ങേരി. ബിജുകുട്ടൻ അടിപൊളിയായിരുന്നു. പിന്നെ വേറെ ആരുണ്ടായിരുന്നു സൂപ്പറായിട്ട് സപ്പോർട്ടിങ് റോൾ ചെയ്ത സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന? വേറെ ഈ ഹാഷിറിന്റെ അമ്മ കൊള്ളായിരുന്നു. ഹാഷിറിന്റെ അമ്മ അവര് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഹാഷിർ മറ്റേ അലന്റെ ഉമ്മുമ്മ, അവര് കുറച്ച് സീനുകളെങ്കിലും നല്ല വെടിപ്പായിട്ട് അവര് ചെയ്തിട്ടുണ്ട്. അവരെനിക്ക് സെക്കൻഡ് ഫസ്റ്റ് ഹാഫിന്റെ തുടക്കവും സെക്കൻഡ് ഹാഫിൽ മാത്രമേ അവര് വരുന്നുള്ളൂ. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? വേറെ സുധീഷ് കൊള്ളായിരുന്നു. പിന്നെ അങ്ങനെ ആദ്യത്തെ അങ്ങനെ ഒരു മുസ്ലിം ക്യാരക്ടർ ആദ്യം കിട്ടാണ് പുള്ളിക്കാരൻ എടുക്കുന്ന. എല്ലാരും നന്നായിട്ട്, അതായത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി സിനിമ കണ്ട് ഇറങ്ങിയപ്പോ. അങ്ങനെ ഒരു ഇതായിരുന്നു. അതായത് ഇമോഷണൽ ആണോന്ന് ചോദിച്ചാ ഇമോഷണൽ ആവും. ഫസ്റ്റ് ഹാഫ് വരെ ഇമോഷണൽ ആവത്തില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് വരെ നമ്മള് കുറച്ച് ഹാപ്പി ജോളി മൈൻഡഡ് ആയിട്ടിരിക്കും. ഫസ്റ്റ് ഹാഫ് വരെ നമ്മള് ഒരു ഹാപ്പി ജോളി മൈൻഡഡ് ആയിട്ടിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നമുക്ക് ബോയ്സിന്റെ ലൈഫ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. എല്ലാം നമ്മളെ ഈ ഒരു കൂട്ടത്തിൽ ഇരിക്കുന്നതിൽ കാശി മാത്രമുള്ള ഇളയത്. അവരും കുറച്ച് കഴിയുമ്പോൾ പയ്യെ അറിഞ്ഞുകൂടാ. അപ്പൊ കാശിക്ക് തോന്നും, എടാ കാശി നിനക്ക് ഇന്നത്തെ ഈ നമ്മളെ വാഴ 2 എക്സ്പീരിയൻസ് ചെയ്തതിൽ ജെന്യൂൻ ആയിട്ട് നിന്റെ ഒപ്പീനിയൻ നീ ഒന്ന് പറഞ്ഞേ. ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറി ക്യാമറയുടെ അടുത്തെന്ന് പറ, വൈഡ് ആംഗിൾ. അതുകൊണ്ടാ സിനിമ വരെ ബോറടിപ്പിച്ചില്ല. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട, അതായത് സ്പോയിലർ പറയരുത്, നിനക്ക് ഇഷ്ടപ്പെട്ട സീക്വൻസ്, അതുപോലെ നമ്മുടെ ബോയ്സിന്റെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, ആ കാര്യങ്ങളെ വെച്ച് ഒന്ന് പറയാൻ പറ്റുമോ? എടാ കിട്ടുന്ന നിനക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നിനക്ക് അങ്ങനെ ആക്കി പറയാൻ പറ്റുമോ? അതായത് നമ്മളൊരു സമ്മറി എന്നൊക്കെ പറയൂലേടാ, കഥ പറയാതെ തന്നെ, സ്പോയിലറും പറയാതെ നമ്മളൊരു സമ്മറി രീതിയിൽ നമ്മൾ പറയത്തില്ലേ? അതായത് ഒരു സിനിമയില് നമുക്ക് മനുഷ്യനുണ്ടാകാൻ പറ്റുന്ന എല്ലാ ഇമോഷനുണ്ട്. അത് ശരിയാണ്. അത് അവൻ പറഞ്ഞ 100%. ഞാൻ മോൻ സ്നേഹം, അച്ഛൻ മോൻ സ്നേഹം, സഹോദരി സ്നേഹം, സഹോദര സ്നേഹം, കൂട്ടുകാരി സ്നേഹം, റൊമാൻസ്, എല്ലാ സ്നേഹം
ശരിയാണ്, അത് ഒരു വെറൈറ്റി ആൻസർ ആണ്. എടാ കിച്ചു, നിനക്ക് എന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും വെറൈറ്റി കാര്യങ്ങൾ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 150 രൂപയ്ക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നല്ലൊരു സിനിമ. ആരും വെറുക്കൂല. എടാ നീ ചുമ്മാ ഇത് നമ്മള് അതായത് എങ്ങനെ, അതായത് ബോറടിക്കത്തില്ല ആ ഒരു രീതിയിലല്ല പറയുന്നത്. ഇതെന്താ സൽമാൻസിന്റെ ബസ്സെല്ലാം എവിടെയാണ്? പണ്ട് അവിടെ അപ്പുറത്തായിരുന്നു. ഇതെന്റെ കൂട്ടുകാരൻ്റെ ഉണ്ടോ സൽമാൻസ്? ഇത് ഏത് ഏജ് ലിമിറ്റിലുള്ള ആൾക്കും കാണാം, പക്ഷേ കൂടുതൽ കൊള്ളുന്നത് ഒരു 17 to 20+. അവർക്ക് ഭയങ്കര ഒന്നുമില്ല, ഒരു 30 നല്ല വൈബുള്ള ഒരു 30-ക്കൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അവരെ സമയത്തുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്ത്, ഒരുപാട്. ശരി, കഴിഞ്ഞില്ലല്ലോ പള്ളിക്ക്. പിന്നീടെന്ന് പറയുമ്പോഴേ ഒരു പറഞ്ഞാൽ നമ്മള് പള്ളിക്കേടാ വാഴ 1-ല് കംപ്ലീറ്റ്ലി ഫാദർ സൺ ആ ഒരു ബോണ്ടാണ് കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ മദർ ആ ഒരു ഇതും വരുന്നുണ്ട്, അമ്മ മോൻ അച്ഛൻ മോൻ. ഇതില് എല്ലാരും പറയുന്നതെന്ന് പറഞ്ഞാ കൂടുതൽ അനിയൻ ചേട്ടൻ, അതുപോലെ തന്നെ ചേട്ടൻ അനിയത്തി, അങ്ങനെയുള്ള സിബ്ലിങ്സുമായിട്ടുള്ള സിബ്ലിങ്സുമായിട്ടുള്ള ബന്ധമാണ്. ബന്ധം മീൻസ് ആ ഒരു കണക്ഷൻ ആണ് ഇവര് പറയുന്നത്. പക്ഷേ ഈ വാഴ 2-ലും അവർ ഈ പാരൻസിന്റെ കാര്യമായാലും എന്ത് കാര്യമായാലും പറയുന്നുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ സമയം വരെ അവര് പരീക്ഷ എഴുതുന്നു, വിദേശത്ത് പോണ കാര്യം, അങ്ങനെ പോണ കുറച്ച് പേര്, പിന്നെ നാട്ടിൽ കഷ്ടപ്പെടുന്ന കുറച്ച് പേര്, അങ്ങനത്തെ ആ ഒരു ഇതാണ് വാഴ 2 കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരുപാട് കൂട്ടുകാരുടെ സ്റ്റോറി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് തോന്നി. അതായത് +2 കഴിയുമ്പോഴേ ഗൾഫിൽ പോണവന്മാരില്ലേ, ചിലവന്മാര് കഴപ്പ് കാണിച്ചു പോകും, പക്ഷെ ചിലവന്മാര് ഈ വീട്ടിലെ ഇതുകൊണ്ട് പോകുന്നവന്മാരുണ്ട്. അവസ്ഥ അവന്മാരെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നു. എടാ അപ്പുറത്തില്ലേടാ? അപ്പുറത്തുണ്ട്, അപ്പുറത്ത് ഭാരതല്ലേടാ? സോ അപ്പം നമുക്ക് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വാഴ 2-ലെ കൊണ്ട് 2 സിനിമയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സത്യത്തിൽ നമ്മളെല്ലാവരും ഇപ്പം ഒരു നല്ല ഇമോഷണൽ ആയിട്ടിരിക്കുവാണ്. ഇപ്പം ഇച്ചിരി ആഹാരം കഴിച്ച അതിന്റെ ഇമോഷണലല്ല, ഈ സിനിമ ഉണ്ട് ആ ക്ലൈമാക്സിന് മുമ്പുള്ള സീൻസ് ആയാലും കാര്യങ്ങളായാലും അതൊക്കെ കണ്ട് കുറച്ച് കലങ്ങിയിരിക്കുവാണ്. ഇവിടെ എവിടെയും കണ്ടില്ലേ? സോ അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു മൂവി വ്ലോഗ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. സോ എനിവേ ഗായ്സ്, അപ്പോ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ടാറ്റ, ഗുഡ് നൈറ്റ്. കാശി ഗുഡ് നൈറ്റ്. കിട്ടുന്നത് ഗുഡ് നൈറ്റ്. കിച്ചോ ഓക്കെ, ബൈ ബൈ. പോയിക്കണം, ഉറങ്ങിക്കോ.